ട്രെയിൻ യാത്രക്കാരുടെ ബാഗിൽ നിന്ന് 71 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ 4-അംഗ സംഘം പിടിയിലായി. ഹരിയാന സ്വദേശികളായ ദിൽബാഗ്, ജിതേന്ദർ, മനോജ്, രാജേഷ് എന്നിവരെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഒരേ ട്രെയിനിലെ തന്നെ 2 ബാഗുകളിൽ നിന്നാണ് കവർച്ച നടത്തിയത്. ഇക്കഴിഞ്ഞ നവംബർ 13-നാണ് സംഭവം. ചെന്നൈ മംഗളൂരു ട്രെയിനിൽ കാഞ്ചീപുരത്തു നിന്നും പട്ടാമ്പിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശി സതീദേവിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 17.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 4-അംഗ സംഘം കവർന്നത്. ബന്ധുവീട്ടിലെ കല്യാണത്തിനായാണ് സതീദേവിയും ഭർത്താവ് വാസുദേവൻ നായരും പട്ടാമ്പിയിലെത്തിയത്. കല്യാണ വീട്ടിലെത്തി ബാഗുകൾ തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച ബാഗ് മാത്രം കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒടുവിൽ 22 ദിവസത്തിനു ശേഷം ഈ മാസം 5-നാണ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ ദമ്പതികൾ പരാതി നൽകിയത്. ഇവരിൽ നിന്ന് കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ട്രെയിനിൽ നിന്ന് ബാഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി വെക്കാൻ സഹായിക്കാൻ 3 പേർ ഉണ്ടായിരുന്നതായി മനസ്സിലായത്. സമാന കേസിൽ മുൻപ് അറസ്റ്റിലായ ഇവരുടെ ഫോട്ടോ ദമ്പതികൾക്ക് കാണിച്ചതോടെ ഇവരാണ് പ്രതികളെന്ന് പോലീസിന് മനസ്സിലായി. നവംബർ 13-ന് 4-അംഗ സംഘം ഇതേ ട്രെയിനിൽ കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച യാത്രക്കാരന്റെ ബാഗിൽ നിന്നും 53.5 പവൻ സ്വർണം മോഷ്ടിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പോലീസ് 4 പേരെയും അന്ന് രാത്രിയോടെ മഡ്ഗോണിൽ വെച്ച് പിടികൂടുകയും ചെയ്തു. പട്ടാമ്പിക്കാരായ ദമ്പതികളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ ഇവർ തന്നെയെന്ന് മനസ്സിലാക്കിയ റെയിൽവേ പോലീസ് ഇക്കഴിഞ്ഞ 11-ന് കോഴിക്കോടെത്തി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് 17 പവൻ സ്വർണം മോഷ്ടിച്ചതും ഇവർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.